ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റാൻ നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് ഒരു ആഗ്രഹം വന്നു. ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ് അദ്ദേഹം ഇപ്പോൾ പരാമർശിക്കുന്ന പേര്. എന്നാൽ അതിന് ചുട്ട മറുപടിയുമായി ഇപ്പോൾ പരിഹസിച്ചുകൊണ്ട് ഒരു പെൺപുലിയാണ് രംഗത്ത് വരുന്നത്. പേര് ക്ലോഡിയോ ഷെയ്ൻബോം. വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട 61 വയസ്സുള്ള ഇടതുപക്ഷ നേതാവ്. മെക്സിക്കോയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച് 70 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിത മെക്സിക്കോയിൽ അധികാരത്തിലേറുന്നത്. നോർത്ത് അമേരിക്കയെ അമേരിക്ക മെക്സിക്കോ എന്ന മെക്സിക്കൻ അമേരിക്ക എന്നോ മാറ്റുകയാണ് വേണ്ടതെന്നും 1814 മെക്സിക്കോ നിലവിൽ വരുമ്പോഴുള്ള രേഖകളിൽ അങ്ങനെയായിരുന്നുവെന്നും ലോക ഭൂപടത്തിന്റെ മുന്നിൽ നിന്നുള്ള മാധ്യമ സമ്മേളനത്തിൽ അവർ പറയുകയും ചെയ്തു. അയൽരാജ്യങ്ങളായ അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ വ്യക്തമാക്കുകയായിരുന്നു ട്രംപിന്റെയും ഷെയ്ബോമിന്റെയും പ്രസ്താവനകൾ. അധികാരത്തിലേറിയ പാടെ അധിക നികുതി ചുമത്തി ട്രംപ് മെക്സിക്കോയെ പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശക്തമായ എതിർപ്പുകൾ ഉയർന്നതിനെ ചൊല്ലി ട്രംപ് തന്റെ കടുംപിടുത്തം അവസാനിപ്പിക്കുകയായിരുന്നു. മെക്സിക്കോയ്ക്ക് മേൽ ചുമത്തിയ 25% അധിക നികുതിയാണ് ട്രംപ് മരവിപ്പിച്ചിരുന്നത്. അതിനിടയിൽ അമേരിക്കയിൽ ഗൂഗിൾ മാപ്പിൽ മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കിയതിനെതിരെ വിമർശനം ഉന്നയിച്ചാണ് ഇപ്പോൾ മെക്സിക്കോ രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്നാണ് ഗൂഗിളിൽ ഈ മാറ്റം വന്നിരിക്കുന്നത്. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നാക്കിയില്ലെങ്കിൽ ഗൂഗിൾ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷിൻബോം വ്യക്തമാക്കി. ഗൂഗിളിനോട് ഇതിനകം പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃപ്തികരമായ മറുപടി ലഭിച്ചിട്ടില്ലെന്നും ക്ലോഡിയോ ഷിൻബോം അറിയിക്കുകയും ചെയ്തു. ഗൂഗിളുമായി ഇപ്പോൾ ഒരു തർക്കത്തിലാണ് ഉള്ളതെന്നും ആവശ്യമെങ്കിൽ സിവിൽ കേസ് ഫയൽ ചെയ്യുമെന്നും ഷിൻബോം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ഉത്തരവ് അമേരിക്കയുടെ കോണ്ടിനെന്റൽ ഷെൽഫിന് മാത്രമേ ബാധകമാകൂ എന്നും ഷിൻബോം വിശദീകരിച്ചു. മെക്സിക്കൻ ഉൾക്കടലിനെ പുനർനാമം ചെയ്യാൻ ഗൂഗിളിന് എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിക്കുകയും 3 രാജ്യങ്ങളാണ് മെക്സിക്കൻ ഉൾക്കടലിൽ പങ്കിടുന്നതെന്നും അതിനാൽ ഇതിൽ യാതൊരു മാറ്റത്തിനും തയ്യാറാകില്ലെന്നും ഷെയ്ൻബോം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉൾക്കടലിൽ 49% തങ്ങൾക്കാണ് ഉള്ളതെന്നും ഏകദേശം 46% മാത്രമേ അമേരിക്കയ്ക്ക് അധികാര പരിധി ഉള്ളൂവെന്നും മെക്സിക്കോ പറയുന്നു. ക്യൂബയുടെ നിയന്ത്രണത്തിലാണ് ബാക്കി 5% എന്നും ക്ലോഡിയ ഷീൻബോം വ്യക്തമാക്കിയിട്ടുണ്ട്. മെക്സിക്കോ ഗൂഗിളിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക കത്ത് അയക്കുകയും ചെയ്തു. എന്നാൽ ഗൂഗിൾ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാരുകൾ പേര് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക എന്നതാണ് തങ്ങളുടെ നയമെന്ന് ഗൂഗിൾ പറയുകയും ചെയ്തു. ഗൂഗിൾ മാപ്പിൽ ഉപഭോക്താവിനെ അനുസരിച്ചാണ് പേര് കാണുക എന്നതും ഗൂഗിൾ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേര് 1607 മുതൽ ഉപയോഗിക്കുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഷീൻബോം ആവർത്തിച്ച് വാദിക്കുകയും ചെയ്തു. ഭൂമിശാസ്ത്രപരമായ പേരുകളെ ചൊല്ലി മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിന് ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. ടെക്സസിനും മെക്സിക്കൻ സംസ്ഥാനങ്ങളായ ചിഹുവാഹുവ, കൊഹീല, ന്യൂവ ലിയോൺ, തമൗലിപ്പിയാസ് എന്നിവയ്ക്ക് ഇടയിലാണ് അതിർത്തി നദിയാണ് ഇതിനുള്ള മറ്റൊരു ഉദാഹരണം. മെക്സിക്കോ ഇതിനെ റിയോ ബ്രാവോ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ ഇത് റിയോ ഗ്രാൻഡെ എന്നാണ് അറിയപ്പെടുന്നത്. മെക്സിക്കോയ്ക്ക് പുറത്തും അമേരിക്കയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ട്രംപിനെതിരെ പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചാണ് മെക്സിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. നോബൽ സമ്മാനം നേടിയ കാലാവസ്ഥാ ശാസ്ത്രജ്ഞ കൂടിയായ ക്ലോഡിയ ഷിൻബോം മെക്സിക്കോയിൽ 2000 ഏകകക്ഷി സമ്പ്രദായം അവസാനിപ്പിച്ചതിനു ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് അധികാരത്തിലേറുന്നത്. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ആന്ദ്രേസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോയുടെ വിശ്വസ്ത കൂടിയായിരുന്നു ക്ലോഡിയ. 2018 മെക്സിക്കോ സിറ്റി മേയർ കൂടിയായിരുന്നു ഇവർ. അമേരിക്കയുമായി ഒരു തുറന്ന പോരിനാണിപ്പോൾ മെക്സിക്കോ കളമൊരുക്കിയിരിക്കുന്നത്. പേരിനെ ചൊല്ലിയുള്ള ഇരു കൂട്ടരുടെ പോര് മറ്റൊരു തലത്തിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകാനുള്ള സാധ്യതയേറെ. സ്വയം തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കി തുടങ്ങുന്ന ട്രംപിന്റെ നയങ്ങളിൽ മെക്സിക്കോയ്ക്ക് കടുത്ത എതിർപ്പുകൾ ഇപ്പോൾ ഉയർത്തി വരികയും ചെയ്യുന്നു. അത് മെക്സിക്കോ പലതവണ വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെയും പലതവണ മെക്സിക്കോയ്ക്ക് നേരെ വിമർശനവുമായി അമേരിക്ക എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം പരസ്യമായി തന്നെ മെക്സിക്കോ ചുട്ട മറുപടി നൽകി.